അങ്ങനെ ദേവ്യാനി ഒടുവിൽ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി നയനയെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട്. എന്നാൽ ഇതൊന്നും കണ്ടോണ്ട് നിൽക്കുന്ന അനാമികയ്ക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. നയന വന്നപ്പോ മുതലേ നവ്യ നല്ല രീതിയിൽ തന്നെ നയനയെ നോക്കുന്നുണ്ട് കേട്ടോ. നവ്യാണെങ്കിൽ നയനയ്ക്ക് കഞ്ഞി കൊടുത്തോണ്ടിരിക്കാണ്. ആ സമയത്ത് അനാമിക അങ്ങോട്ട് ഇടിച്ചു കയറി ദേഷ്യപ്പെട്ട് ചെല്ലുന്നുണ്ട്. ഓ, ചേച്ചി അനിയത്തിയും കൂടി പഴയ പോലെ ഒന്നായല്ലോ. ഞാൻ കരുതി ഇവളിനി ഈ വീട്ടിലോട്ട് തിരിച്ചു വരില്ലെന്ന്. അപ്പൊ നവ്യ പറയുന്നുണ്ട്, അങ്ങനെ നിന്നോട് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? ഇതിന്റെ ഇടയ്ക്ക് നയന കയറി പറയുന്നുണ്ട്, ചേച്ചി വേണ്ട, നീ മിണ്ടാതിരിക്കുന്ന നയനെ. ഇവളിങ്ങനെ പറയുമ്പോ അതും കേട്ടോണ്ട് നിൽക്കണോ? എടി, ഇതിപ്പോ പഴയ നയനയല്ല, അമ്മായിയമ്മ അംഗീകരിച്ച നയനയാ. അതായത് നിന്നേക്കാൾ പ്രാധാന്യം ഇപ്പൊ നയനയ്ക്ക് ഈ വീട്ടിലുണ്ടെന്ന് അർത്ഥം. ആര് പറഞ്ഞു വല്യമ്മ ഇവളെ അംഗീകരിച്ചിട്ടുണ്ടെന്ന്? വല്യമ്മയുടെ മനസ്സിലെ കൃത്യമായൊരു പ്ലാൻ ഉണ്ട്. അത് നടത്താൻ വേണ്ടി ഇവളെ കരുവാക്കുക. ഇതറിയാതെ നിങ്ങൾ മണ്ടന്മാര്. അങ്ങനെ പറയുന്ന നീയൊരു വിഡ്ഢിയാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ. എടി വിഡ്ഢി, നീ തന്നെ കൂടുതൽ ഇങ്ങോട്ടൊന്നും പറയണ്ട. പോയി നിന്റെ പണി നോക്കടി പെണ്ണെ. സൗകര്യം ഇല്ലെങ്കിലോ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറിയിരുന്നോ? എനിക്ക് ഈ വീട്ടിൽ അവകാശമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ എവിടെ വേണമെങ്കിലും നിൽക്കൂ. എന്റെ അത്ര പോലെ അവകാശം ഇല്ലാത്തത് വലിഞ്ഞു കയറി വളഞ്ഞ വഴിയിലൂടെ വന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കുവാ. അതാരാണെന്ന് നമുക്ക് കണ്ടറിഞ്ഞറിയാം. എടി, നീ ചെയ്ത ഓരോ കളത്തരത്തിന്റെയും പ്രൂഫ് എന്റെ കയ്യിലുണ്ട്. ഇത് കേട്ടപ്പാടെ തന്നെ അനാമിക ആകെ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. എന്ത് തെളിവ്? നിങ്ങൾ വെറുതെ അനാവശ്യം പറയരുത്. എടി, തെളിവ് ഞാൻ നിന്റെ മുന്നിൽ കാണിച്ചു തരണോ? ഇത്ര കാലം ഞാനത് കാണിച്ചു തരാതിരുന്നത് ഒരവസരം വരും. ആ സമയത്ത് എല്ലാരും കാണിക്കാൻ വേണ്ടിയിട്ടാ. എന്തായാലും കൂടുതൽ നീ പ്രസംഗിക്കുന്നു വേണ്ട. നിന്റെ പത്തി ഞാൻ താഴ്ത്തി തരാടി. നിനക്ക് അധിക ദിവസമൊന്നും ഇവിടെ ആയുസുണ്ടെന്ന് കരുതണ്ട. നയനെ, നീ വാ. ഇവളെ പോലുള്ളവരൊക്കെ സംസാരിക്കാൻ നിന്നാലേ ഒരിക്കലും ശരിയാവില്ല. ഇതും പറഞ്ഞ് നയനെ പതുക്കെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, ഈശ്വര, ഇവളടുത്ത് എന്ത് പ്രൂഫാ ഉള്ളത്? അയ്യോ, ഞാൻ ആ നമ്മയ്ക്ക് സ്വർണം കൊടുക്കുന്നതെങ്ങാനും ഇവള് പകർത്തിയോ? അയ്യോ, ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ നവ്യ നയനയെ കൊണ്ടുപോയിട്ട് ടേബിളിൽ എത്തുന്നുണ്ട് കേട്ടോ. അവിടുന്ന് കഞ്ഞി വാരി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ദേവ്യാനി പുഞ്ചിരിച്ചോണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. മോളെ, നയന മോളെ. അപ്പൊ നയന പറയുന്നുണ്ട്, അയ്യോ അമ്മ എന്തിനാ ഇപ്പൊ എഴുന്നേറ്റ് നടക്കുന്നത്? ഏയ്, അതൊന്നും കുഴപ്പമില്ല മോളെ. നീ എന്തെങ്കിലും കഴിച്ചോന്നറിയാൻ വേണ്ടി വന്നതാ ഞാൻ. നവ്യ എന്താ നയനമോൾക്ക് കൊടുക്കുന്നത്? അത് കഞ്ഞി അമ്മായിക്ക് എടുക്കണോ? അയ്യോ, ഇപ്പൊ വേണ്ട. കുറച്ചു മുന്നേ അനാമിക മോള് ജ്യൂസ് കൊണ്ടു തന്നേ ഉള്ളൂ. അപ്പൊ നവ്യ പറയുന്നുണ്ട്, അവളുടെ ജ്യൂസ് കുടിക്കുമ്പോ അമ്മായി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. എന്താ നവ്യ, അതെന്താ അങ്ങനെ? ഏയ്, ഒന്നുമില്ല അമ്മായി, ഞാനൊന്ന് പറഞ്ഞതാ ശ്രദ്ധിക്കാൻ. അങ്ങനെയൊന്നുമില്ല. ഇനി ഈ പറയുന്നത് കേട്ടോണ്ട് അനാമിക മോള് വരണ്ട. അപ്പൊ നവ്യ പറയുന്നുണ്ട്, ഞാനൊന്നും പറയുന്നില്ല അമ്മായി. ഇനി അതിന്റെ പേരിൽ വെറുതെ പ്രശ്നം ഉണ്ടാവണ്ടല്ലോ. നവ്യ എഴുന്നേൽക്ക്. ബാക്കി കഞ്ഞിന് ഞാൻ നയനമോൾക്ക് കൊടുത്തോളാം. അയ്യോ അമ്മായി, അതിന്റെ ആവശ്യമൊന്നുമില്ല. അമ്മായിക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കുമല്ലേ. അതിനെന്താ? ഞാൻ നയനമോളോട് ചെയ്തത് വെച്ച് നോക്കുമ്പോ ഈ കഞ്ഞി കൊടുക്കുന്നതൊന്നും അതിന്റെ ഒരു ഭാഗത്ത് പോലും എത്തില്ല. അത്രയും പാപം എന്റെ മോളോട് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ കഞ്ഞി ഇങ്ങനത്താ. അപ്പൊ നയന പറയുന്നുണ്ട്, അമ്മേ വേണ്ടമ്മേ, ഇതിപ്പോ എനിക്ക് കുടിക്കാനേ ഉള്ളൂ. ചേച്ചി പറഞ്ഞിട്ട് കേൾക്കാനിട്ടാ. ഗർഭിണിയാണെന്നുള്ള ഒരു ബോധവും ചേച്ചിക്ക് ഇപ്പൊ ഇല്ല. ഞാൻ ഇവിടെ വന്നത് മുതൽ എന്നെ നോക്കണമെന്നുള്ള ഒരു വിചാരം മാത്രമേ ഉള്ളൂ. ഇപ്പൊ നവ്യമോള് പഴയ പോലെ ഒന്നുമല്ല, ഒരുപാട് മാറി. അതേ അമ്മായി, ആദ്യമൊന്നും എനിക്ക് ഇവളുടെ സ്നേഹം തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. എന്നാ ഇപ്പൊ അങ്ങനെയല്ല. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാ നയന. അപ്പൊ ദേവേനി പറയുന്നുണ്ട്, മോളെ, ഈ അമ്മയോട് നീ ക്ഷമിക്കില്ലേ? അമ്മേ, ഞാൻ പറഞ്ഞതല്ലേ എനിക്കതൊന്നും ഒരു വിഷയമല്ലെന്ന്. അമ്മ ഇനി എന്നെ സ്നേഹിച്ചാൽ മാത്രം മതി. അതല്ലാതെ ഞാൻ അമ്മയിൽ നിന്നും മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ദേവ്യാനി നയനയ്ക്ക് കഞ്ഞി വാരി കൊടുക്കാൻട്ടോ. ഇത് കണ്ടോണ്ട് ജലജ അങ്ങോട്ട് വരുന്നുണ്ട്. ഏട്ടത്തി. ആ, എന്താ ഏട്ടത്തി? എന്താ ഏട്ടത്തി ഞാൻ ഈ കാണുന്നത്? ഇവക്ക് എന്തിനാ ഏട്ടത്തി കഞ്ഞി വാരി കൊടുക്കുന്നത്? അതിനെന്താ കുഴപ്പം? നയനമോൾക്ക് വയ്യാതിരിക്കുക, അതുകൊണ്ടല്ലേ ഞാൻ കഞ്ഞി കൊടുക്കുന്നത്. ഏട്ടത്തി, ഇതെന്താ സ്വപ്നം വല്ലതും ആണോ? ഇതും പറഞ്ഞ് ജലജ ദേഹത്ത് നുള്ളി നോക്കുന്നുണ്ട് കേട്ടോ. ആ, അയ്യോ, ഇതൊന്നും സ്വപ്നമല്ലല്ലോ. എന്തൊക്കെയാ ജലജ നീ പറയുന്നത്? അല്ല ഏട്ടത്തി, എന്താ ഇവക്ക് കഞ്ഞിവാരി കൊടുക്കുന്നത്? അതെന്താ, നയനമോൾ എന്റെ മരുമകളല്ലേ, അവക്ക് ഞാൻ കഞ്ഞിവാരി കൊടുത്തെന്ന് കരുതി എന്താ കുഴപ്പം? നയനമോളോ? ആ, നയനമോള്. ഏട്ടത്തി, ഇവളീ വീട്ടിലോട്ട് കയറി വന്ന എങ്ങനെയാണെന്ന് ഏട്ടത്തിക്ക് അറിയില്ലേ? അതൊക്കെ എനിക്കറിയാം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്റെ മരുമകൾക്ക് ഈ വീട്ടിലോട്ട് കയറേണ്ടി വന്നു. എന്നാ അത് അങ്ങനെയൊക്കെ ആയത് എന്റെ മകന്റെയും ഒക്കെ നല്ലതിന് വേണ്ടിയാണെന്ന് ഇപ്പൊ ഞാനും എന്റെ മകനും ഒക്കെ തിരിച്ചറിഞ്ഞു. ഏടത്തിക്ക് ഇതെന്താ വട്ടായോ? ദേ ജലജെ, നീ നിന്റെ പണി നോക്കി പോയേ. ഏടത്തി ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഇവളുമാരെ പുറത്താക്കണമെന്ന് പറഞ്ഞതല്ലേ? ആ, അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. അതൊക്കെ എന്റെ തെറ്റായ ചിന്താഗതിയാണെന്ന് ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. അതിനൊക്കെ ഞാൻ എത്ര പ്രായശ്ചിത്തം ചെയ്താലും മതിയാകില്ല. അപ്പൊ ജലജ മനസ്സിൽ കരുതുന്നുണ്ട്, ഈശ്വര, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? ഈ പെരുങ്കളി നയന ഏട്ടത്തെയും വളച്ചൊടുക്കി കുപ്പിയിലാക്കി വെച്ചേക്കുവാണോ? അപ്പൊ ദേവന് പറഞ്ഞിട്ട്, ആ ജലജെ, ഒരു കാര്യത്തിൽ നിന്നോട് എനിക്ക് നന്ദി പറയാനുണ്ട്. മോളെ ഇങ്ങോട്ട് കൈപ്പിടിച്ച് കയറ്റിയത് നീയല്ലേ? അതിനെനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ ജലജ നയനയോട് ചോദിക്കുന്നുണ്ട്, എടി നീയൊക്കെ കൂടി ഏട്ടത്തി എന്ത് പറഞ്ഞാ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചേക്കുന്നത്? അപ്പൊ നവ്യ പറയുന്നുണ്ട്, എന്ത് ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചേക്കാണെന്ന്? അതെ,
വല്യമ്മ നയനയുടെ നന്മ തിരിച്ചറിഞ്ഞു. നിങ്ങളൊക്കെയാ നയനയെ തിരിച്ചറിയാത്തത്. എടി, നീ കൂടുതൽ പ്രസംഗിക്കൊന്നും വേണ്ട. എല്ലാരും എല്ലാ കാലവും എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നിന്റെ അമ്മായിയമ്മയൊന്നല്ലല്ലോ അംഗീകരിച്ചത്, ദേ ഇവളുടെ അമ്മായിയമ്മയാണ് അംഗീകരിച്ചത്. അതിന് നീ ഇങ്ങനെ കയറ് പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ദേവേന് പറയുന്നുണ്ട്, ദേ ജലജ, നവ്യ ഒരു ഗർഭിണിയാണ്. നവ്യയുടെ മുന്നിൽ വെച്ച് ഇത്തരം സംസാരങ്ങളൊന്നും വേണ്ട. അത് പിന്നെ ഏട്ടത്ത് ഇവള് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നവ്യ വേണ്ടിയത് തന്നെയല്ലേ പറഞ്ഞത്. ഞാൻ നയനമോളെ മനസ്സിലാക്കാൻ സമയമെടുത്തു. നയനമോൾ എന്റെ ജീവനാ. ഇനി ഒരിക്കലും എന്നിൽ നിന്ന് നയനമോളെ പറിച്ചെടുക്കാൻ പറ്റില്ല എന്ന ഈ ഒരു വാക്ക് കേട്ടോണ്ടാണ് കേട്ടോ അനാമിക അങ്ങോട്ട് വരുന്നത്. അപ്പൊ അനാമിക സ്വയം മനസ്സിൽ കരുതുന്നുണ്ട്, ഞാനിപ്പോ എന്താ കേട്ടത്, വല്യമ്മ ഇവളെ അംഗീകരിച്ചോ? അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, ജലജെ, നിന്റെ സ്വഭാവം ഇന്നു മുതൽ മാറ്റിക്കൊണ്ടേ. ഇതാണ് നിന്റെ യഥാർത്ഥ മരുമകൾ. ഈ മരുമകൾ ഒഴിവാക്കി ഇനി നീ മറ്റൊരു മരുമകൾ അവിടെ പ്രതിഷ്ഠിക്കാന്ന് കരുതണ്ട. അബിയുടെ ഭാര്യ മാത്രമല്ല ഇവള്, അബിയുടെ കുഞ്ഞിന്റെ അമ്മയും കൂടിയാ. ആ ബോധം എപ്പോഴും ജലജയുടെ മനസ്സിലുണ്ടായിക്കോട്ടെ. ഇതും പറഞ്ഞ് ദേവ്യാനി നയനോട് പറയുന്നുണ്ട്, മോൾ എന്റെ മുറിയിലോട്ട് വാ, എനിക്ക് മോളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിന്റെ മുത്തശ്ശിയുടെ മുറിയാണ് കേട്ടോ. അപ്പൊ മുത്തശ്ശി പറയും, ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ മുഖത്ത് ഇതുപോലൊരു പുഞ്ചിരി കാണുന്നത്. വസുന്ധരെ, ഇപ്പൊ എനിക്ക് ലോകം പിടിച്ചടക്കിയ സന്തോഷമാണോ. നയനമോളെ എല്ലാ സത്യങ്ങളും അറിഞ്ഞ് ദേവ്യാനെ തിരികെ കൊണ്ടുവന്നു. ദേവ്യാനെ നയനമോളെ സ്നേഹിച്ചു തുടങ്ങിയപ്പോ എന്താണെന്നറിയില്ല, ഈ ലോകം പിടിച്ചടക്കിയ സന്തോഷം പോലെ. ഇനി എനിക്കൊന്നും വേണ്ടത് വസുന്ധരെ. അങ്ങനെയൊന്നും ഇദ്ദേഹം പറയല്ലേ വസുന്ധരെ. നമ്മൾ ആഗ്രഹിച്ച ഇത് തന്നെ അല്ലായിരുന്നോടൂ. അതെ, നയനമോളുടെ കാര്യത്തിൽ ഒരു സമാധാനമായി. പക്ഷേ നവ്യമോളുടെ അവസ്ഥ അങ്ങനെ തന്നെയാ. അത് മാത്രമല്ല, അനിയുടെ ഭാര്യയായി കയറി വന്ന അനാമികമോളുടെ അവസ്ഥ, അതും ഏത് നിമിഷം അവരുടെ ബന്ധത്തിന് കോട്ടം തട്ടുന്ന രീതിയിലാ. അനിയുടെ കാര്യം നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് വെക്കാം, പക്ഷേ നവ്യമോളുടെ അവസ്ഥ അങ്ങനെയല്ല. ആ ജലജയുടെ അബിയുടെ സ്വഭാവമൊന്നും ഒരു കാലത്ത് മാറാൻ പോകുന്നില്ല. അതിലൊരു മാറ്റം വരൂടെ വസുന്ധരെ. കാലങ്ങൾ എടുത്തിട്ടാണെങ്കിലും അതിനൊരു മാറ്റം വരും. അതിനൊക്കെ ദൈവം വേണ്ട രീതിയിൽ ശിക്ഷ കൊടുക്കും. അപ്പോൾ അതൊക്കെ കണ്ടു പഠിച്ചോളും. വാർദ്ധക്യത്തിൽ നോക്കാൻ ഇവരൊക്കെ തന്നെ ഉണ്ടാവത്തുള്ളൂ. ആ ബോധം ജലജയിൽ ഉണ്ടാക്കിയെടുക്കണം. അതാണ് ആദ്യം വേണ്ടത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ദേവ്യാനിയും നയനയും മുറിയിലോട്ടിരിക്കുന്നതാണ്. മോളെ, ഇത് ഞാൻ എനിക്ക് കരൾ തന്ന കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചതാ. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്റെ നയനമോളായിരിക്കും എനിക്ക് കരൾ തന്ന് സഹായിച്ചതെന്ന്. എന്നാ ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ വെച്ചത് ഇപ്പൊ ഞാൻ എന്റെ മരുമകൾക്ക് തരുവാ. കാരണം എന്റെ മരുമകളാണല്ലോ എന്നെ രക്ഷിച്ചത്. ഒരിക്കലും ഈ ഉപകാരം ഞാൻ മറക്കില്ല. ഇനി എന്റെ മോളെ മരുമകളായിട്ടല്ല, സ്വന്തം മോളായിട്ട് ഞാൻ കാണും. പഴയതൊന്നും ആലോചിച്ച് ഒരിക്കലും മോൾക്ക് എന്നോട് വെറുപ്പ് തോന്നരുത്. അയ്യോ, അമ്മ എന്തൊക്കെയാ പറയുന്നത്? പറഞ്ഞത് തന്നെ ഒരുപാട് തവണയായില്ലേ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അമ്മ എന്നെ സ്നേഹിച്ചാൽ മാത്രം മതി. എനിക്ക് പഴയതൊന്നും ഓർമ്മയില്ല. അതൊക്കെ മറക്കാൻ ഞാൻ തയ്യാറാ. ഞാൻ എൻ്റെ അമ്മയെ പൊന്നുപോലെ നോക്കും. എനിക്ക് എൻ്റെ സ്വന്തം അമ്മയെ പോലെ തന്നെയാ ആദർശേട്ടൻ്റെ അമ്മയും. മോളെ, നിന്നെ ഞാൻ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയല്ലോ. എന്തായാലും മരുമകളെ അമ്മായിയമ്മ അംഗീകരിച്ചത് ആദർശം ചേട്ടനും അറിയില്ല. മോൾ അത് അവരോട് പറയണ്ട. അവർക്കത് വരുമ്പോൾ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. അമ്മേ, ഇതൊന്നും എനിക്ക് വേണ്ടായിരുന്നു. അങ്ങനെയൊന്നും പറയരുത്. അമ്മയുടെ ഒരു ചെറിയ സന്തോഷം ഇത്. ആ സമയത്താണ് ആദർശ് നയനയുടെ ഫോണിലോട്ട് വിളിക്കുന്നത്. അപ്പൊ ദേവേനി പറയുന്നുണ്ട്, പറഞ്ഞ് നാവെടുത്തില്ല, ആദർശ് വിളിക്കുന്നു, മോള് പൊക്കോ, പോയി സംസാരിക്ക്. ഇതും പറഞ്ഞ് ദേവേനി നയനെ അവിടുന്ന് പറഞ്ഞു വിടാൻ കേട്ടോ. നയന മുറിയിൽ നിന്ന് സന്തോഷത്തോടെ ഇറങ്ങി പോകുന്നത് കണ്ടിട്ട് അനാമിക്ക് കൂട്ടും തന്നെ സഹിക്കുന്നില്ല. അനാമിക ദേഷ്യപ്പെട്ടുകൊണ്ട് ദേവ്യാനിയുടെ മുറിയിലോട്ട് കയറി വരുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് വല്യമ്മയെന്ന് വിളിച്ചിട്ടാണ് കേട്ടോ ദേവ്യാനിയുടെ മുറിയിലോട്ട് കയറി വരുന്നത്. ഇപ്പൊ എന്നെ വല്യമ്മയ്ക്ക് വേണ്ടല്ലേ? അയ്യോ, എന്തിനാ മോള് കരയുന്നേ? എനിക്കറിയാം ഇപ്പൊ എന്നെ വേണ്ട. ഇപ്പൊ നയനയെ മാത്രം മതി വല്യമ്മയ്ക്ക്. എത്രയൊക്കെ സഹായം ചെയ്തു തന്നിട്ടും അവളോട് ആ വല്യമ്മയ്ക്ക് ഇഷ്ടം. അവള് വല്യമ്മയെ വല്ലാതെ സ്വാധീനിച്ചു അല്ലേ? അയ്യോ, അങ്ങനെയൊന്നും അല്ല മോളെ. ഞാൻ മോളോട് എല്ലാം പറയണമെന്ന് കരുതിയിരിക്കുമായിരുന്നു. എന്ത് പറയാനാ? ഇനി എന്ത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. വല്യമ്മ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയില്ലേ? അയ്യോ മോളെ, അതിനൊരു കാരണമുണ്ട്. എന്ത് കാരണം? എന്തായാലും എനിക്കറിയണ്ട. ദേ, അവളെ മുറിയിന്ന് ഇറങ്ങി പോകുമ്പോ തന്നെ എന്നെ ചീത്ത വിളിച്ചിട്ടാ പോയത്. ഏത് സമയം അവക്ക് എന്നെ ഇവിടുന്ന് പുറത്താക്കണം എന്നുള്ള ചിന്തയാ ആ ആണും പെണ്ണും കെട്ടവൾ ഇങ്ങോട്ട് കയറ്റാൻ വേണ്ടിയിട്ട്. മോളെ, അങ്ങനെയൊന്നും പറയാതെ. നയനമോൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. നയനമോളെ കുറിച്ച് മോള് തെറ്റായി ചിന്തിച്ചു വെച്ചേക്കുവാ. അല്ല, അവൾ അതും അതിന്റെ അങ്ങേപ്പുറം ചെയ്യും. ഇത് കേട്ടപ്പോ ദേവ്യാനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ദേവ്യാനി ചോദിക്കുന്നുണ്ട്, അല്ല നിനക്കിപ്പോ എന്താ പ്രശ്നം? ഞാൻ നയനയെ സ്നേഹിക്കാൻ പാടില്ലേ? നയന എന്റെ മരുമകളല്ലേ? വല്യമ്മയ്ക്ക് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ആദ്യം ഞാൻ എൻ്റെ മരുമകളെ തിരിച്ചറിഞ്ഞില്ല. എന്നാൽ ഇപ്പം ഞാൻ എൻ്റെ മരുമകളെ മനസ്സിലാക്കി. അനാമികമോൾക്ക് നയനെക്കുറിച്ച് അറിയാനിട്ടാ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ പറഞ്ഞു തരുന്നത് തന്നെയല്ലേ മോള് പഠിക്കുന്നത്. അതിൻ്റെതായ നീരസൊക്കെ മോൾക്ക് നയനയോട് കാണും. അതൊക്കെ പതിയെ മാറിക്കോളും. എന്തൊക്കെയാ വല്യമ്മ ഈ പറയുന്നത്? അവളെ വല്യമ്മ സ്നേഹിക്കരുത്. അവളൊരു വൃത്തികെട്ട പെണ്ണാ. അവളുടെ അമ്മയൊരു വൃത്തികെട്ട സ്ത്രീയും. വല്യമ്മക്കറിയില്ലേ അവൾക്ക് ഇങ്ങോട്ട് കയറി കൂടണമെന്നുള്ള ഒരൊറ്റ വിചാരമുള്ളൂ.
അതിനു വേണ്ടിയിട്ടാണ് അവൾ വളഞ്ഞ വഴിയിലൂടെ ഇങ്ങോട്ട് വന്നത്, അവളുടെ ചേച്ചിയും ഇങ്ങോട്ട് കയറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവളൊരു വൃത്തികെട്ട സ്ത്രീയാണെന്ന്. ദേ അനാമിക, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. വല്യമ്മേ, ഞാൻ ഒന്നും പറയണ്ട, ഇന്നത്തോടെ നിർത്തിക്കോളണം. ഇനി നയനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്. നയന അങ്ങനെ ഒരു കുട്ടിയല്ല, നയന നല്ല കുട്ടിയാ. മോളെ നയനയെ കണ്ടു വേണം പഠിക്കാൻ, കേട്ടല്ലോ? കേട്ട്. എന്തായാലും എനിക്ക് സന്തോഷമായി. വല്യമ്മ അവളുടെ കൂടെയാണല്ലോ അല്ലേ? ഇനി ഞാനെന്തിനിവിടെ നിൽക്കുന്നത്? ഇതും പറഞ്ഞ് ദേഷ്യം പിടിച്ച് അനാമിക പുറത്തോട്ട് പോവാട്ടോ. എന്നിട്ട് മുറിയിൽ പോയി രേവതിക്ക് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. രേവതി ആ ഫോൺ കണ്ടപ്പോൾ തന്നെ എടുക്കുന്നുണ്ട്. ഹലോ മോളെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, ഒന്നും പറയണ്ട, മോൾക്ക് കൊട്ടക്കണക്കിന് വിശേഷമുണ്ട് അനന്തപുരിയിൽ. അതെന്താ മോളെ? എന്റെ അമ്മേ, അച്ഛനും അമ്മയും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോര്, മോളെ അങ്ങോട്ട് കൊണ്ടുപോവാൻ. എന്ത്, നീ ഇങ്ങോട്ട് വരികയാണെന്നോ? എന്താ അടുത്ത പ്രശ്നം? അമ്മേ, ഇവിടെ ആ നയനെ അംഗീകരിക്കാത്ത എന്റെ വല്യമ്മയില്ലേ, ആ നയനെ അംഗീകരിച്ചു. ഇനി എന്തിനാ അമ്മേ ഞാൻ ഇവിടെ നിൽക്കുന്നത്? എന്നേക്കാൾ അധികാരമായി ഇപ്പൊ അവൾക്ക്. അവൾ എന്തോ അസുഖം നടിച്ച് വല്യമ്മയെ കുപ്പിയിലാക്കി വെച്ചേക്കുക. ആഹാ, അങ്ങനെയാണോ? അവര് നിന്നെ ആയിരുന്നല്ലോ തലയെടുത്ത് വെച്ചിരുന്നത്, ഇപ്പൊ നിന്നെ വേണ്ടേ? അമ്മേ, അവരെനിക്കിപ്പോ പുല്ല് വില പോലും തരുന്നില്ല. അവളെപ്പറ്റി ഞാൻ വേണ്ടാത്തത് പറഞ്ഞതിനെ വല്യമ്മ എന്നെ അടിച്ചില്ലെന്നേ ഉള്ളൂ. ബാക്കി പറയേണ്ടതൊക്കെ പറഞ്ഞു. എനിക്ക് വല്ലാണ്ട് ഹേർട്ടായി. അയ്യോ, എന്റെ മോൾ അവിടെ ഇട്ട് എല്ലാരും കൊല്ലാക്കൊല്ലി ചെയ്യാണല്ലോ. ഇത് ചോദിക്കണം അമ്മേ. അവളെല്ലാരും ഇങ്ങനെ കുപ്പിയിലാക്കി കഴിഞ്ഞാൽ നമ്മളൊക്കെ പിന്നെ വെറും വേസ്റ്റാ. ദേവ്യാനി മോളോട് അങ്ങനെ ചെയ്തെങ്കിൽ അത് ചോദിക്ക് തന്നെ വേണം. ഞാനും വേണേട്ടനും ഇപ്പൊ അങ്ങോട്ട് എത്താം മോളെ. ആ ശരി അമ്മേ. ഓക്കെ, ഇനി എന്തായാലും നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് കേട്ടോ. അപ്പോൾ ആ എപ്പിസോഡുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വീഡിയോക്ക് ലൈക്ക് ചെയ്തൊക്കെ നെക്സ്റ്റ് എപ്പിസോഡ് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.